ശ്രദ്ധേയമായ ഒരു പള്ളി. പള്ളിക്ക് ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകളും തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ അങ്ങോട്ടേക്ക് പോകാനുള്ള മനോഹരമായ വഴിയുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഏലപ്പാറയിലെത്തി ഏലപ്പാറ വ്യൂ പോയിന്റും ഒക്കെ കണ്ട് ഈ പള്ളിയും സൈഡിലായിട്ട് നിൽക്കുന്ന ഉണങ്ങിയ മരവും കല്ലറകളുമൊക്കെ ശരിക്കും കാണേണ്ട കാഴ്ച തന്നെയാണ്. തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായ ഒരു ചെറിയ ടൗണാണ് ഏലപ്പാറ. ഏലപ്പാറ ജംഗ്ഷനിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു വ്യൂ പോയിന്റ് കാണാം. ഈ കാണുന്നതാണ് അത്, ഏലപ്പാറ വ്യൂ പോയിന്റ്. മനോഹരമായ തേയിലത്തോട്ടങ്ങളും അതിനിടയിലൂടെയുള്ള റോഡുമൊക്കെ കുറച്ച് ഉയരത്തിൽ നിന്ന് കാണാൻ പറ്റും ഇവിടെ നിന്നാൽ. ഇവിടെ നിന്ന് നമുക്ക് ഇനി പോകേണ്ടത് ഉപ്പുതറ റൂട്ടാണ്. ഇനി അങ്ങോട്ടേക്ക് പോകുന്ന വഴികളൊക്കെ നേരത്തെ ആ വ്യൂ പോയിന്റിൽ നിന്നും കണ്ടില്ലേ, അതേ വഴികളാണ്. ഈ റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ വളരെ അടിപൊളി കാഴ്ചകളാണ്. അങ്ങനെ ആ വഴി കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ ചെറിയൊരു പാലമൊക്കെ കാണുന്ന ഒരു സ്പോട്ടുണ്ട്. ഈ വരുന്ന വഴിയിലൊക്കെ റോഡ് വീതി കുറവായതുകൊണ്ട് ഈ പാലത്തിൻ്റെ അടുത്തെത്തുമ്പോഴാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. ശരിക്കും എന്ത് ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഒരു തിരക്കും ഇല്ലാത്ത സമാധാനപരമായി യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വഴിയാണിത്. കുറച്ചു നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഉപ്പുതറയിലേക്ക് തിരിച്ചു. അങ്ങനെ കുറച്ചു ദൂരം യാത്ര ചെയ്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. സെന്റ് ആൻഡ്രൂസ് CSC ചർച്ച്, ഉപ്പുതറ. പണ്ടുകാലത്ത് തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾക്ക് വേണ്ടി JM വിൽക്കി എന്ന സാഹിബ് പണിതതാണ് ഈ പള്ളി. പിന്നീട് പലയിടത്തും ഒരുപാട് പള്ളികൾ വന്നപ്പോൾ ഈ പള്ളിയിൽ ആരും വരാതെയായി. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലെ ഈ പള്ളിയും പള്ളിക്ക് ചുറ്റുമുള്ള കല്ലറകളും ആ ഉണങ്ങി നിൽക്കുന്ന മരവും ശരിക്കും അത്ഭുതം നിറയ്ക്കുന്ന കാഴ്ചകളാണ് തരുന്നത്. ലൂസിഫർ എന്ന മലയാള സിനിമയ്ക്ക് ഈ പള്ളി ലൊക്കേഷൻ ആയതോടുകൂടിയാണ് കൂടുതൽ പേർ ഈ സ്ഥലവും അറിയുന്നത്. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നുമല്ല. വാഗമണൊക്കെ പോകുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണാൻ പറ്റിയ ഒരു പ്ലേസ് ആണിത്. വളരെ പഴക്കമേറിയ ഒരുപാട് കല്ലറകൾ പള്ളിക്ക് സമീപത്തായിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുമ്പോൾ ഉള്ള തണുത്ത കാറ്റും സമാധാനപരമായ അന്തരീക്ഷവും എല്ലാം അടിപൊളി വൈബാണ്. അടുത്ത നിങ്ങളുടെ യാത്രയിൽ ഈ സ്ഥലം കൂടി ഉൾപ്പെടുത്താൻ മറക്കരുത്. ചെറുതും വലുതുമായ ഒരുപാട് കാഴ്ചകളാണ് ഏലപ്പാറ വാഗമൺ റൂട്ടിലുള്ളത്.